തിരുവനന്തപുരം പോത്തൻകോട് ഗുണ്ടാപ്പകയ്ക്കൊടുവിൽ യുവാവിനെ കൊന്ന് കാൽ വെട്ടി എറിഞ്ഞ കേസിൽ വിധി ഇന്ന്. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി അരുൺ തന്നെ ചേർന്നു. അരുൺ, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച ഒരു ഗുണ്ടാപ്പക കേസായിരുന്നു അന്ന് പോത്തൻകോട് ഉണ്ടായത്. ഇന്നിപ്പോൾ കോടതി വിധി പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ സിനിമയിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരു കൊലപാതക ദൃശ്യം മലയാളി അന്ന് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി നേരിട്ട് കാണുകയായിരുന്നു. അത്രയധികം ക്രൂരമായ ഒരു കൊലപാതകം. ഗുണ്ടാ കുടിപ്പകയുടെ ഇരയായി മറ്റൊരു സമാനമായി പ്രവർത്തിച്ച ഒരാൾ മാറി എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ടായ ഒരാൾ മാറി എന്നുള്ളതായിരുന്നു ഈ കൊലപാതകത്തിന്റെ ഒരു പ്രത്യേകത. തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിന് ഞെട്ടിച്ച എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ പറയുന്നതിനപ്പുറത്തേക്ക് ആ രീതിയിലുള്ള ഒരു കൊലപാതകം, അത്ര ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. ഗുണ്ടാ കുടിപ്പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കാൽ വെട്ടിയെടുത്ത് ഓടിച്ചിട്ട് സുധീഷിനെ വെട്ടി കൊലപ്പെടുത്തി, അല്ലെങ്കിൽ കൊലപ്പെടാൻ ശ്രമിച്ചു. അതിനുശേഷം കാല് വെട്ടിയെടുത്ത് കൊലപാതകം ആഘോഷിക്കുകയായിരുന്നു ഒരു പറ്റം ക്രിമിനലുകൾ. അത് സുധീഷിന്റെ എതിർ സംഘത്തിൽപ്പെട്ട 11 പേരാണ്. 2021 ഡിസംബർ 11-നായിരുന്നു ഈ കൊലപാതകം നടന്നത്. 3 വർഷം 2.5 വർഷങ്ങളിൽ കഴിയുന്നു. ആ വിധി ഇന്ന് വരികയാണ്. പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് കോടതി വിധി പറയുമ്പോൾ കടുത്ത ശിക്ഷ തന്നെ പ്രതികൾക്കുണ്ട്. കാരണം പ്രതികൾ ഇത്തരം സംഭവങ്ങൾ നേരത്തെയും ഉൾപ്പെട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ. അതുകൊണ്ട് തന്നെ അവർക്ക് കടുത്ത ശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP ആയിരുന്ന MK സുൽഫിക്കർ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനും അന്വേഷണത്തിന് കഴിഞ്ഞിട്ടുള്ള ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പ്രകടിപ്പിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി ഈ കേസിലെ വിധി പറയും. ശരി, വി അരുണാണ് വിശദാംശങ്ങൾ വാർത്തകളുടെ നൽകിയത്.